രാജ്യത്തെ തന്നെ നടുക്കിയ, ഒരുപക്ഷെ കേരളം ഇപ്പോഴും നടുക്കം വിട്ടുമാറാതെ ഓർക്കുന്ന വയനാട് ദുരന്തത്തിന് നാളെ 1 വർഷം തികയുകയാണ്. വയനാട് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ ഒന്നാകെ ഒലിച്ചുപോയ ദുരന്തത്തിൽ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനുമപ്പുറമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവിടെ എങ്ങും എത്തിയിട്ടില്ല. വിശദാംശങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഒരുപക്ഷെ അവിടെ നിൽക്കുമ്പോൾ ആ ചുറ്റുവട്ടം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ വരുന്നത് എന്താണ്? ആ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലല്ലോ നമ്മളെ. തീർച്ചയായും കൃഷ്ണരാജ്, ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒരു ഗ്രാമം ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജനത. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു ഗ്രാമം ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ആ സ്ഥലമാണ് ഈ രീതിയിൽ കിടക്കുന്നത്. അതായത് ഉരുൾപൊട്ടി എല്ലാം നശിച്ച് ഈ വീടുകൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പ്രദേശം. ഏകദേശം 298 പേർ മരിച്ചു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ആ കണക്കുകളല്ല യഥാർത്ഥമെന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തിയ ശേഷം പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നവും അതുതന്നെയാണ്. 298 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. 32 പേരെ ഇപ്പോഴും കാണാനില്ല എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല യഥാർത്ഥ കണക്കുകൾ എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനുമൊക്കെ ഇരട്ടി മരണം സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ആ മലയിൽ നിന്നാണ് ഉരുൾപൊട്ടി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഒരു രാത്രി കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സ്വപ്നങ്ങളെയൊക്കെ കവർന്നുകൊണ്ട് ഉരുൾ പൊട്ടിയെത്തിയത് ആ മലയിൽ നിന്ന്. ആ മല ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 28, 29 തീയതികളിൽ അതിശക്തമായ മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഈ പ്രദേശത്തുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ അതിശക്തമായ മഴയൊന്നും കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ പെയ്യുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സാഹചര്യം അതായിരുന്നില്ല. 28, 29 തീയതികളിലൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. 29-ാം തീയതി തന്നെ ആ മേഖലകളിൽ ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അവരെ മാറ്റി പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അതാണ് ഒരു വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. പ്രദേശത്ത് നിന്നും, അതായത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല അവിടെയുള്ള മറ്റു ചില പ്രദേശവാസികളും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇവിടേക്ക് നൽകിയിരുന്നു. എന്നാൽ അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും അധികൃതർ തയ്യാറായില്ല. ഇതോടെയാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോഴും ഈ ഉൾക്കിടലത്തോടു കൂടിയല്ലാതെ ഈ നാട്ടുകാർക്ക് റേഞ്ച് കുറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചലിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഇത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ചൂരൽമലയിൽ ആ കാഴ്ചകൾ ഇപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നതാണ്, ഒരു സംശയവുമില്ല. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ആ ഒരു നടുക്കത്തിൽ അവസാനിക്കുന്നില്ലല്ലോ. സർക്കാർ തുടരെ അവരെ വേദനിപ്പിക്കുകയാണ്. പുനരധിവാസം സാധ്യമാകുന്നില്ല. അവരെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റിയവർക്ക് വാടക പോലും നൽകാൻ തയ്യാറാകാതെ എപ്പോഴും അവരോട് ഒരു ചോദ്യം, ആ പ്രദേശത്തുള്ളവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർ പൊട്ടിക്കരയും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അതാണ് സ്വാഭാവികമായും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. രാജീവ്, തുടരൂ. കൃഷ്ണരാജ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതും വളരെ നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തുന്നതുമാണ്. കാരണം ഉറ്റവർ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ജനത, അതാണ് നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയുന്നത്. കാരണം വളരെ മനോഹരമായൊരു ഗ്രാമമായിരുന്നു ഈ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല മേഖലകളൊക്കെ. ഈ മേപ്പാടി കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം. ഇപ്പോഴും നമുക്ക് കാണാം, ഈ ലയങ്ങളിൽ നിന്ന് തേയിലത്തോട്ടങ്ങളിൽ പണിക്കായി പോകുന്ന ആളുകൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള
ആളുകളൊക്കെ അധിവസിച്ചിരുന്ന ഒരു മേഖലയാണ് ഒരു രാത്രി കൊണ്ട് പൂർണ്ണമായും ഇല്ലാതായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന വീഴ്ച, അത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ നൽകിയിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഇവിടെ ആവർത്തിക്കുമായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതവണയായി നമ്മൾ പറഞ്ഞതാണ്, പല തവണ നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ്. കാരണം പുനരധിവാസ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോഴും എങ്ങും എത്താത്തൊരു സാഹചര്യമാണ് ഈ ചൂരൽമലയിൽ നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോഴും സൈന്യം നിർമ്മിച്ച ബെയിലി പാലം അവിടെയുണ്ട്. ആ പാലത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും ഈ ചൂരൽമല കടന്ന് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകാൻ കഴിയുക. ഏതായാലും ചില പ്രദേശവാസികൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ സമയത്ത്, അതായത് ഈ ദുരന്തത്തെക്കുറിച്ച് നേരത്തെ തന്നെ അധികൃതർക്ക് മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്ന വ്യക്തികൾ പോലും ഇവിടെയുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അധികൃതർക്ക് നൽകിയതാണോ, അത് അവഗണിച്ചതാണോ ഈ പ്രധാനപ്പെട്ട? 29-ാം തീയതി തലേദിവസം ഞാൻ ഇത് 24 ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 ചാനൽ ഞാൻ പറഞ്ഞത് ഉരുൾപൊട്ട സാധ്യതയുണ്ട്, അത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പാലത്തിൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞു, ഈ പുഴ നിന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി കാരണം ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നെ എന്താ വെച്ചാൽ നാടിൻ്റെ വഞ്ചകൻ, കാരണം അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്തത്. എൻ്റെ ഫോൺ പോയതുകൊണ്ടാണ്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉരുൾപൊട്ടൽ പെട്ടതുകൊണ്ട് എൻ്റെ ഫോൺ അതിൽ പോയി, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് പുറത്തുവിട്ടുണ്ടാവും. അങ്ങനെ വരെ അത്രയും ജീവൻ നമ്മൾ ഇപ്പോൾ ഈ ഒരു വർഷം തികയുന്ന വേളയിൽ ഞാൻ പറയുന്നത്, എൻ്റെ കൂട്ടുകാരും എൻ്റെ ഒപ്പം ഈ അമ്പല കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആൾക്കാരും ഒരുപാട്, എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട്, എൻ്റെ ഭാര്യൻ്റെ 2 ചേച്ചിമാർ, ചേച്ചീൻ്റെ ഭർത്താവ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. ഇന്നിപ്പം നമുക്ക് ഇപ്പോൾ ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത്. നമ്മളെ അവസ്ഥകളും നമ്മളെ നാടേ നമ്മൾ മാറി. കാരണം അന്നൊന്ന് ചെറിയൊരു ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ ഒരു മൈക്ക കെട്ടിയിട്ട് പറയുകയാണെങ്കിൽ അന്ന് ആ നാട്ടിൽ നിന്ന് ഏകദേശം ആൾക്കാർ മുഴുവൻ പോയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അവസ്ഥ എന്താണ്? ഈ 9,000 കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് സാധാരണക്കാരൻ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, 195 കോടിയാണ് ഇവിടെ. ഈ 195 കോടി ഉറുപ്പ്യ ചിലവാക്കിയിട്ടല്ലേ ഇത് ജനങ്ങൾക്ക് കൊടുത്താൽ ഈ ജനങ്ങൾ ഇവിടുന്ന് മാറിപ്പോകും. എവിടെയെങ്കിലും പോയിട്ട് അവർ സുരക്ഷിതമായിട്ട് അവർ ജീവിക്കും. അവർ ലോണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമുള്ളത് ലോണാണ്. ലോണ് ഇപ്പോൾ സിവിലായി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിവിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ലോണ് നിർബന്ധമായിട്ട് തള്ളിപ്പോകണം. അതുപോലെ തന്നെ ഇനി ലിസ്റ്റ് വരാനുണ്ട്, ഈ അന്തിമ പട്ടിക ഇനി വരാനുണ്ട്. ആ അന്തിമ പട്ടികയിൽ ഇനി മുണ്ടക്കൈയിലെ ആൾക്കാർ ഇനി ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതം. കാരണം അവിടെ ഇനി ഒരിക്കലും ഒരു മനുഷ്യന് പോലും താമസിക്കാൻ പറ്റാത്ത ഒരു നാടായിട്ട് മുണ്ടക്കൈ മാറി. ഒരു സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പുനരധിവാസം? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ വീടിൻ്റെ പണി എത്രയാണെന്നല്ലോ, ഒരു വീടിൻ്റെ പണി തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ വീട് എന്തായാലും ഒരു മാസം കൊണ്ട് ഈ മാസം ജനങ്ങൾക്ക് അത് കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് തുറന്നു കൊടുത്തിട്ട് അത് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്തായാലും ഈ മഴക്കാലമായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കൃഷ്ണരാജ്, ഏതായാലും ഈ രീതിയിലാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചില കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, രാജീവ്, ആ കണക്കുകളിലേക്ക് വരണം. ഈ പാടില്ല, കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ചൂരൽമലയ്ക്ക് വേണ്ടി, മുണ്ടക്കൈക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ദിവസങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ. പക്ഷെ ഇപ്പോഴും അവർ അനാഥരാണ് എന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെയും. രാജീവ് വീണ്ടും ചേരുന്നു. രാജീവ്, നോക്കൂ, അവിടുത്തുകാർ പറഞ്ഞത് ഇപ്പോഴും അവിടെ ഒരു വീടും ഉയർന്നു പൊങ്ങിയിട്ടില്ല എന്നാണ്. എന്താണ് അവസ്ഥ? കൃഷ്ണരാജ്, നമുക്ക് ഈ കാഴ്ചകൾ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും ഇവിടെ എങ്ങും ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഇനി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഇനി പുനരധിവാസം നടപ്പാക്കുക സാധ്യമല്ല. അതിനുവേണ്ടിയാണ് സർക്കാർ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ പുനരധിവാസം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഈ ദുരന്തം നടന്നിട്ട് നാളെ 1 വർഷം തികയുകയാണ്. ഈ 1 വർഷം തികയുമ്പോൾ പോലും ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല എന്ന് പറയുമ്പോഴാണ് ആ വിഷയത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടത്. ഞാൻ നേരത്തെ ഒരു കണക്ക് സൂചിപ്പിച്ചിരുന്നു. ഏകദേശം 799 കോടി രൂപയ്ക്കടുത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി എത്തിയത്. എന്നാൽ ഏകദേശം സർക്കാർ കണക്ക് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 90 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ തന്നെ കണക്കാണ്. ഇത് ഇത്രയും തുക ശേഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പ്രദേശവാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതിൻ്റെ ഒരു തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. അവരോട് തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. ഏതായാലും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ
അനിശ്ചിതമായി വൈകുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികളുണ്ട്. നിങ്ങൾ പരാതികൾ പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? സാറേ, ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ താമസിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വിധത്തിലും ഞങ്ങളെ സഹായിക്കുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങളെന്താ പറയുക, ഇവിടെ അലഞ്ഞു തിരിയുന്ന പട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സമമാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതം. കാരണം ഇവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്, 100 ചില്ലറ കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു മരുന്നിന് പോവാനോ ഒരു സാധനങ്ങൾക്കാണെങ്കിലോ ഒരു ജോലിയാണെങ്കിലോ ഒരു കാര്യങ്ങളും ഈ പ്രദേശത്ത് ഇപ്പം നിലവിലില്ല. കാരണം 9,000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ 3 വാർഡിനും കൂടിയിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. അത് ഫസ്റ്റത്തെ 3 ഗഡും എല്ലാവർക്കും കൊടുത്തും ചെയ്തു. അതിനുശേഷം ഇവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗോസോണും സോണും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ മൊത്തം ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. കാരണം ആ 9,000 രൂപ തന്ന ഇന്നിപ്പോൾ ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളോളമായി ആൾക്കാർ ഇവിടെ കിടന്ന് തിരിയുന്നത്. ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഇവിടെ ഒരു മാസം മുന്നേ ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ADM വാക്ക് തന്നിട്ട് പോയതാണ് 9,000 രൂപ എല്ലാവർക്കും കയറ്റാന്ന്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്കൊരു പാരസെറ്റമോൾ ഗുളിക മേടിക്കണമെങ്കിൽ ഞങ്ങൾ മേപ്പാടി വരെ പോകണം. മേപ്പാടി പോകണമെങ്കിൽ വണ്ടിക്കൂലി വരെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. കാരണം ഫുൾ മൃഗങ്ങളാണ് ഇവിടെ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആൾക്കാർ വരൂല്ല. അപ്പോൾ അങ്ങനത്തെ പല അവസ്ഥകളും. ഇനിയിപ്പോൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് വണ്ടിക്കൂലി, ഒരു വണ്ടി വിളിച്ച് പോകുമ്പോൾ ചുരുങ്ങിയത് ഒരു 400 രൂപ മേപ്പാടിയിലേക്ക് പോകണം ഒരു 2 രൂപേൻ്റെ പാരസെറ്റമോൾ മേടിക്കാൻ. ഇതിന് വരെ ഒരു ഗതിയില്ലാത്ത ഒരവസ്ഥയിലാണ് ചൂരമല പ്രദേശത്തുള്ള ആൾക്കാർ, അത്തിച്ചോട് മുതൽ ഇവിടെ വരെയുള്ള ആൾക്കാരുടെ ജീവിതം. കാരണം ഇവിടെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഞങ്ങൾ ഒരു വിധത്തിലും സർക്കാർ ഇവിടെ കഴിയുന്നവരെ അവസ്ഥ മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ് മടുത്തുപോയൊരവസ്ഥയാണ്. ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവർ പറയും നിങ്ങൾ പണിക്ക് പോയിക്കോളാൻ. അവർ പണി തന്നാൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാ. കാരണം ഇവിടെ ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്. പുറത്തുള്ളവർക്ക് ജോലിയില്ല. ഞങ്ങളൊക്കെ ടൂറിസ്റ്റ് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ടൂറിസം മൊത്തം തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ എവിടെ പോയിട്ട് ജോലി എടുക്കാനാണ്? ഞാനൊരു ഹാൻഡിക്രാഫ്റ്റ് തൊഴിലാളിയാണ്. ടൂറിസം തകർന്നിട്ട് വർഷങ്ങളോളമായി എന്ന് പറയാം എൻ്റെ ജോലിയൊക്കെ പോയിട്ട്. കാരണം ഞാൻ ഒരു 6-7 പേര് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ സ്ഥാപനം അടച്ചു മൂടി കിടക്കുകയാണ്. ഇത് അവരോട് പറയുമ്പോൾ ജോലി എടുക്കണതിന് നമുക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും കാലം നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. ഈ ചൂരമല പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വാർഡത്തെ ആൾക്കാർ രാജാക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായത്. ആരെ ആശ്രയിക്കാതെ നല്ല രീതിയിൽ കഴിഞ്ഞ ആൾക്കാരാണ്. ഇന്ന് ഇവരെ മുന്നിൽ പോകണമെങ്കിൽ അത്ര അധപതിച്ചിട്ടാണ് ഇവരെ മുന്നിൽ നമ്മൾ കൈനീട്ടിയിട്ട് പോണത്. ഇവർ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തള്ളി മാറ്റുന്നതെന്ന് അറിയുന്നില്ല. ഇവർ വരും, നാളെ നമ്മളെ പഠിക്കൽ വരും. 5 വർഷം ആവുമ്പോൾ ഇവർ വരും നമ്മളെ മുമ്പിലേക്ക്. നമ്മൾ ആവശ്യമുള്ളൊരു സമയം ഇവർക്കുണ്ട്. അന്നേരം ഞങ്ങൾ മറുപടി കൊടുത്തോളാം. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണ് ഞങ്ങളെ പിടിച്ച് മാറ്റുന്നത്. ഞങ്ങൾ ഇപ്പോൾ വില്ലേജിൽ പോയി കഴിഞ്ഞാലും വൈത്തിരി താലൂക്കിൽ പോയി കഴിഞ്ഞാലും കളക്ട്രേറ്റിൽ പോയി കഴിഞ്ഞാലും സർക്കാരിനെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, അവർ തരുന്നില്ല. അവരടുത്ത് നേരിട്ട് വന്നിട്ട് ഞങ്ങൾ അവസ്ഥ കാണാൻ പറ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കണം 450 രൂപ. ഒരു ദിവസം ജോലി ഉണ്ടെങ്കിലേ 400 രൂപ കിട്ടുള്ളൂ. ഈ ജോലി ഇല്ലാത്ത നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റും? ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നേരത്തിന്. ഇവിടുത്തെ ആൾക്കാർ അനുഭവം അറിയണ്ടേ? സാർ ഇവിടെ നിന്ന് വിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അവസ്ഥ അറിയാം. പ്രായമായവർ എത്ര പേരുണ്ട്, രോഗികൾ എത്ര പേരുണ്ട്, എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മനസ്സിലാവും. ഞങ്ങൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ആൾക്കാർ മൊത്തം പോയി കിടക്കുക. ഒരു 10 രൂപ വായ്പ മേടിച്ച് ചെയ്യണ ആൾക്കാരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ആരടുത്ത് പോയിട്ട് ഞങ്ങളൊരു രൂപ കടം മേടിക്കും മുന്നോട്ട് പോകാൻ? മക്കളെ വിദ്യാഭ്യാസം, എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ നഷ്ടപ്പെടാൻ? ഞങ്ങൾ മരിക്കണമായിരുന്നോ? എല്ലാവരും മരിച്ചാലാണോ ഇവർ തരിക? ഈ ജീവിച്ചിരിക്കുന്നവർ ഇവർ സംരക്ഷിക്കണ്ടേ? ഇവർ ഇത്ര പൈസ ചിലവാക്കിയിട്ട് ഇതാക്കണ ഈ പുഴ തോണ്ടുന്നുണ്ടല്ലോ. എത്ര മീറ്റർ വീതിയുള്ളൊരു പുഴയാണ് ഇപ്പോൾ 10 അടിയിലേക്ക് ഇവരാക്കിയത്. ഈ പൈസ മതിയല്ലോ ഞങ്ങളെ ലോണ് തള്ളാൻ. 35 കോടി മതി ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലോണ് തള്ളാൻ. ഇവർ ഇത്രയും കോടി വെറുതെ ഇറക്കുന്ന നേരം ഞങ്ങളൊക്കെ ഇനി ഭീതിയിലാണ്. കാരണം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇവർ ഞങ്ങളെ കബളിപ്പിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മൊറട്ടോറിയം ആക്കി, ഇവിടുത്തെ ആൾക്കാരെ വിഡ്ഢികളാക്കിയും കൊണ്ട് ഇവർ മൊറട്ടോറിയം, 1 വർഷത്തിൻ്റെ മൊറട്ടോറിയം ഇവരെ ആക്കി. ഇനിയിപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കൽ. ഈ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടീസ് വരാൻ തുടങ്ങും. ആൾക്കാരെ ആകെ പെട്ടുപോകും.
ഈ ഒരു പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും മൊത്തം കട എഴുതി തള്ളായിരുന്നു. എന്തുകൊണ്ടാണ് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാത്തത്? എന്തിനാണ് ഞങ്ങളങ്ങനെ വേർതിരിച്ച് കാണുന്നത്? ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇവരെ ഭാഗത്തുനിന്ന് വന്ന ഫാൾട്ടാണ് ഇത്രയും പേരുടെ മരണത്തിനും ഇങ്ങനെ ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഫാൾട്ട് തന്നെയാണ്. അതിലെല്ലാവരും ഉണ്ട്, താഴേക്കിടയിൽ നിന്ന് മുകളിൽ വരെയുള്ള ആൾക്കാരുടെ ഫാൾട്ട് തന്നെയാണ് ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇവരെല്ലാവരും ഉത്തരവാദികളാണ് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകുള്ളൂ. തീർച്ചയായും കൃഷ്ണരാജ്, ആ രീതിയിലുള്ള പ്രതികരണമാണ് വളരെ വൈകാരികം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കൂടുതൽ പ്രദേശവാസികൾ നമുക്കിപ്പം പ്രതികരണമായി ചേരുന്നുണ്ട്. ഏതായാലും ഈ അധികൃതരുടെ ഒരു അനാസ്ഥ അത് തന്നെയാണ് ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ദുരന്തമുഖത്തേക്ക് ആദ്യം ഓടിയെത്തിയതിനു ശേഷം പറഞ്ഞത് ഉടൻ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, എത്രയും വേഗം ഈ പുനരധിവാസം ഉൾപ്പെടെ നടപ്പാക്കുമെന്നാണ്. എന്നാൽ അതൊന്നും നടപ്പാകുന്നില്ല. 1 വർഷമാവുകയാണ് നാളെ. ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് ആദ്യം മുതലേ ഈ 10, 11, 12 വാർഡാണ് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രദേശം ഉരുൾപൊട്ടൽ ഇതിൽ പെട്ടത്. പക്ഷെ അന്ന് ഗവൺമെൻറ് മുട്ടിൽ വെച്ചിട്ട് ചീഫ് സെക്രട്ടറി പറഞ്ഞത് 1024 വീടാണ് പ്രഖ്യാപിച്ചത്. അത് പിന്നെ ഒരു 700ലേക്ക് വന്നു. അത് പിന്നെ ഇപ്പോൾ ഒരു 402 വീടിലേക്ക് ചുരുങ്ങി. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു റേഷൻ വ്യാപാരിയാണ്. എനിക്ക് 900 കാർഡുകളുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 250 കാർഡ് പോലും ഇപ്പോൾ വരുന്നില്ല. എൻ്റെ വരുമാന മാർഗം പൂർണ്ണമായിട്ടും നിലച്ചൊരു നിലയിലാണുള്ളത്. പക്ഷേ നമ്മൾ പിന്നെ ഈ വീട് നിർമ്മിക്കാനും മറ്റുള്ള വിദ്യാഭ്യാസ ചെലവിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ സേഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഒരു സ്പന്ദനം. ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഉത്സവം നടന്നാലും എന്ത് നടന്നാലും ഒരു വലിയൊരു ടൗൺ പോലെയായിരുന്നു. ഒരു 4 ഡിവിഷൻ, അതായത് അട്ടമല, ചൂരൽമല എന്ന പ്രദേശം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷകരമായിട്ട് ജീവിച്ച ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. യാദൃശ്യമായിട്ട് ഇവിടെ 300 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 600 വീടുകളോളം ഇതിൽ ഇരയായിട്ടുണ്ട്. പല വീടുകളും ഇടിഞ്ഞ് താർന്ന് കിടക്കുന്ന വീടുകളുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുണ്ടക്കായെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. അവിടെയൊക്കെയാണ് ഇവർ വാസയോഗ്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മത്തായി എന്ന് പറയുന്ന കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അവർ 300 മീറ്റർ പറഞ്ഞ് അത് 30 മീറ്ററിലേക്ക് ചുരുക്കിക്കൊണ്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, പടവെട്ടിക്കുന്നതിൻ്റെ അതിൻ്റെ അവസ്ഥയൊന്ന് നിങ്ങൾ നോക്കി. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇത് ആദ്യം പറയും ഈ പ്രദേശം പൂർണ്ണമായിട്ടും ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരു സമയം കഴിഞ്ഞാൽ അത് വീണ്ടും വെട്ടിച്ചുരുക്കുന്നു. ലൈൻസിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിത്യം ഒരു ജോലിക്ക് പോയിട്ട് എസ്റ്റേറ്റിൽ 400 രൂപയും 450 രൂപയും ജോലി കിട്ടുന്ന ആളുകൾ അതിൽ ജീവിച്ച ആ വരുമാനം കൊണ്ട് അവരുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു വീട് പോലും നിർമ്മിക്കാൻ പറ്റാതെ ആ ഒരു പരിധിയിൽ ജീവിച്ച ആളുകൾ ഇന്നും പെരുവഴിയിലാണ് കിടക്കുന്നത്. സർക്കാർ ഇപ്പോൾ 6000 രൂപ വാടക കൊടുക്കുന്നുണ്ട്, 9000 രൂപ കൊടുക്കുന്നുണ്ട്. ഒക്കെ സംവിധാനം ശരിയാണ്. നാളത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയാണ്. ഇപ്പോൾ തന്നെ നമ്മളെ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു 13 കിലോമീറ്ററിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാലാണ് ഈ പ്രദേശം വരുന്നത്. അതിൽ നിലവിലൊരു വില്ലേജ് ഓഫീസ് ഉണ്ടായോ, അതുവരെ ഇവിടുന്ന് എന്താ പറയുക, ഇവിടെ സംവിധാനമില്ല, ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അവർ ഇടപെട്ടുകൊണ്ട് അത് പോളിടെക്നിക്ക് പറയുന്ന ഒരു 8 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി. ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടിക്കൂലി മുടക്കി അപ്പുറത്തേക്ക് പോകണം. ഇവിടെ നിലവിലൊരു KSRTC ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആളുകൾ ഒരു ആശ്രയം. അതുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ യാത്ര ചെയ്യാനും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ 200 ഓളം ടാക്സി തൊഴിലാളികളുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ 19 തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ ഇപ്പോൾ അവസ്ഥ എന്താണ്? ഒരു ഗവൺമെൻറ് ഒരു സർവേയിങ് നടത്തി അവരെയും കൂടി ഒന്ന് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ വ്യാപാരികൾ, നിങ്ങൾക്കറിയാൻ പറ്റും, ഈ ഒരു മേപ്പാടീൻ്റെ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഒരു 52 സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ 2000 ചില്ലറ പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് പുഴ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 198 കോടി രൂപ ചിലവാക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ അവസ്ഥ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തോളമായി ഒരു 3-4 JCB വെച്ച് കുറേ കല്ല് അവിടെ കൊണ്ടിടുന്നു, കുറേ കല്ല് കൊണ്ട് ഇവിടെ ഇടുന്നു. ഈ നാരായണത്ത് ഭ്രാന്തം ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള 1 വർഷം തികയാണ്. 1 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ അടിസ്ഥാന സൗകര്യം പോലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്യാതെ പല കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന്, ആവശ്യമില്ല എന്നല്ല പറയുന്ന, പാലം വരണം, റോഡൊക്കെ നന്നാക്കണം. പക്ഷേ ഇപ്പോൾ നിലവിലിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്
ഇവിടെ ടാക്സി തൊഴിലാളികളുണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, റേഷൻ കട നടത്തുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് എടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു വർഷം കൊണ്ട് അവരുടെയൊക്കെ ജീവിത നിലവാരം ഒരു 10-25 വർഷത്തിൻ്റെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇത്തരം ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കൃഷ്ണരാജ്, ഒരു ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കാര്യം ഒരു വർഷം മുമ്പ് ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയ മന്ത്രിമാർ ഉൾപ്പെടെ വാക്ക് പറഞ്ഞതാണ് ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകും, അവരെ ചേർത്ത് പിടിക്കുമെന്ന്, പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉടൻ നടപ്പാക്കുമെന്ന്. ഞാൻ രാജീവിലേക്ക് വരാം. അതായത് രാജീവിനൊപ്പം നിൽക്കുന്നവർ പ്രതീകങ്ങളാണ്. ഒരാൾ ഒരു റേഷൻ കട വ്യാപാരിയാണ്. കാരണം എല്ലാവരെയും നേരിട്ട് കണ്ട് പരിചയമുള്ള ആൾ, ഓരോ കുടുംബത്തിലെയും ആൾക്കാരെ അറിയുന്ന ഒരാളാണ്. ആ ആൾ സ്വന്തം അവസ്ഥ പറയുന്നു. മറ്റൊന്ന്, ആ നാട്ടിലെ രോഗികളുടെ, പ്രായമേറിയവരുടെയൊക്കെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് നേരിട്ടറിയുന്നൊരു സ്ത്രീ. കൃഷ്ണരാജ്, തീർച്ചയായും നമ്മൾ കേട്ടത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നവർ തുറന്നു പറയുന്നതാണ്. വളരെ വൈകാരികമായ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം അവരുടെ ഉറ്റവരാണ് നഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയായി ഈ മണ്ണിൽ ജനിച്ച് വളർന്നവർ ഇങ്ങനെ ഒരു ദുരന്തം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വളരെ മനോഹരമായ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവർ, ആ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഒന്നിനും മറ്റൊരാളെയും ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ എത്തിയ ആ ദുരന്തം എല്ലാം കവർന്നെടുത്തപ്പോൾ മാത്രമാണ് അവർക്ക് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടി വന്നത്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞത് സർക്കാർ സംവിധാനങ്ങളാണ്. പക്ഷേ ഈ ഒരു വർഷമായിട്ടും ഈ സർക്കാർ സംവിധാനങ്ങളൊന്നും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് അവർ പരിതപിക്കുന്നത്. അത് പണമില്ലാത്തത് കൊണ്ടല്ല, അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പണം കേരളം വയനാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൃത്യമായ പണം ഓരോ സാധാരണക്കാരനും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പണം ഇവിടേക്ക് എത്തിയിട്ടില്ല. അതിനെ തുറന്നു പറച്ചില്ല. അതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളല്ല പറയേണ്ടത്, അവർ തന്നെയാണ് പറയേണ്ടത്. അത്തരം പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. ഒരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതായത് വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം നാളെയാവുകയാണ്. പക്ഷേ ഇപ്പോഴും ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു അന്ന് ആ ദുരന്തം സംഭവിച്ച ശേഷം ഉണ്ടായിരുന്നത്? ആ രീതിയിലാണ് റോഡുകളായാലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നൽ ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നു. റോഡുകൾ പോലും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു സാഹചര്യം, അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നോക്ക്, നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ വികസിത രാജ്യമാണ്. ഇന്ത്യ ഇപ്പോൾ ചെന്ന് എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ബഹിരാകാശത്ത് വരെ പോയിട്ട് ശുഭാംശു ശുക്ല സാബെല്ലാം നല്ല പേരെടുത്ത് വരുന്ന ഒരു രാജ്യം, എത്ര IT മേഖലയിലൊക്കെ എത്ര മുന്തി നിൽക്കുന്ന രാജ്യമാണ്. എന്നിട്ട് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ഇതിൽ നിന്ന് എങ്ങനെ പുനർജീവനം കൊണ്ടുവരാം എന്നുള്ള ഒരു വഴിയിലേക്ക് ഇതുവരെ ആരും കടന്നിട്ടില്ല. ഭരണകർത്താക്കളായിക്കോട്ടെ, പഞ്ചായത്തായിക്കോട്ടെ, ജില്ല ഭരിക്കുന്നവരായിക്കോട്ടെ, കേരളം ഭരിക്കുന്നവരായിക്കോട്ടെ, ഇവിടുത്തെ ജനങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചില്ല. എല്ലാവരും വാഗ്ദാനങ്ങൾ തരിക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്നിട്ട് മേപ്പാടിയിൽ നമ്മുടെ ശിവൻകുട്ടി സാറ് ഇവിടുത്തെ സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, ഈ ബാക്കിൽ കാണുന്ന ഹൈസ്കൂളാണ്, ഈ ഹൈസ്കൂളിനെ ഇവിടുത്തെ ഒരു മ്യൂസിയം ആക്കിയിട്ട് മാറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കിടപ്പ് നോക്ക് കേട്ട് കാട് കയറി കിടക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഇവിടെ എത്രയോ കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കെട്ടിടം ഇവിടെയുണ്ട്. അവിടെ ഒരു നേഴ്സിനെയോ ഒരു ഡോക്ടറെയോ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചില്ല. അതുമാത്രമല്ല, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള കുട്ടി 13 കിലോമീറ്റർ മേപ്പാടിക്ക് പോയിട്ട് 13 കിലോമീറ്റർ തിരിച്ചു വരുന്ന സമയത്ത് 26 കിലോമീറ്ററാണ് ഒരു 5 വയസ്സുള്ള കുട്ടി സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടാകുന്നത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമല്ല, വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വണ്ടി, സ്വന്തമായിട്ടുള്ള വണ്ടിയാണെങ്കിലും എവിടെയെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ വണ്ടി വിളിച്ച് പോവുകയാണെങ്കിലും വന്യമൃഗശല്യം കൊണ്ട് മേപ്പാടി എത്തിപ്പെടുമോ എന്നത് തന്നെ സംശയമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വാഗ്ദാനങ്ങൾ മാത്രം തന്നിട്ട് ഈ കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി ഒരു വർഷമായി 6 മാസമായി ഹൃദയഭൂമിയാണ് എന്ന് പറഞ്ഞു വരാൻ മാത്രം എന്തിനാണ് ഈ ഭരണകർത്താക്കൾ? ഇവിടുത്തെ ജനങ്ങളുടെ വേദന എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇവർ? ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്തിനാണ് ഇവർക്ക് ഈ ദിവസവേതനം കൊടുക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റിനും പറ്റിയിട്ടില്ല, ഒരു മന്ത്രിമാർക്കും പറ്റിയിട്ടില്ലല്ലോ. അതുതന്നെയാണ് ഇവിടുത്തെ വേദന. ഇവിടെ പുനരധിവാസമല്ല നടക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
പുനരധിവാസം നടക്കുകയാണെങ്കിൽ ഈ നാടിനെ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ദിവസം ദിവസം കൊട്ടിയാഘോഷിക്കുന്ന ഘോരം കൊട്ടിയാഘോഷിക്കുന്ന നമ്മൾ, വികസിത രാജ്യമെന്ന് പറയുന്ന നമ്മൾ ഇത് കാണണം. ചൂരൽമല വന്ന് എല്ലാവരും കാണണം. ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി കാണണം, മുഖ്യമന്ത്രി കാണണം, ബാക്കി എല്ലാ ഭരണകർത്താക്കളും ഇവിടെ വന്ന് കാണണം ഒരു വർഷം കൊണ്ട് എന്താണ് ചെയ്തതെന്ന്. നിങ്ങൾ ഈ പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അവർ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് പലതവണ ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല അല്ലേ? ഈ സംഭവം നടന്ന് ഏകദേശം മിനിറ്റുകൾക്കകം വന്ന് ഇവിടെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ജീവിക്കുന്ന വ്യക്തിയാണ്. 62 വർഷമായി ഇവിടെ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ചാനലുകളിലും എല്ലാ ഭരണകർത്താക്കൾക്കും പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും മറുപടി അവർ തന്നിട്ടുണ്ടാവും. എല്ലാം ഇവിടെ വന്നിട്ട് ഇപ്പോൾ 9,000 രൂപയുടെ പറഞ്ഞു. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ് ജീവിക്കുന്നത്, എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ജീവിക്കുന്നത്, ഈ ടൂറിസം മേഖലയുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അവരെ എല്ലാം വന്ന് ഓരോ കാര്യത്തിനും മുന്നോട്ട് പറയുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഈ ദിവസവേതനം 300 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നത് പോലും വെട്ടിച്ചുരുക്കി അവർക്ക് ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ പട്ടിണിയോടുകൂടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു അധികാരികളെടുത്തും പറഞ്ഞിട്ട് അവർ ചെവി കൊള്ളുന്നില്ല എന്ന് വേണം പറയാൻ. അതായത് വളരെ യാതനകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായൊരു ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഒരു സർക്കാരിൻ്റെ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു വർഷമായിട്ട് പാലത്തിൻ്റെ സ്ഥിതിയായി കഴിഞ്ഞാലും ഇവിടെ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ സ്ഥിതി, ഈ ബിൽഡിംഗ് ഓണേഴ്സൊക്കെ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ ഈ ബിൽഡിംഗ് വെച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ഒരു കാര്യങ്ങൾ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സ്, ടൂറിസം മേഖലയിൽ ഓടുന്ന വണ്ടികളെല്ലാം കൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ തൊഴിലാളികളുണ്ട്. അവരെ ഒന്നും ലോഡിംഗ് തൊഴിലാളികളായി കഴിഞ്ഞാലും എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അവർക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ബെയിലി പാലം തന്നെ ഔട്ട് ഓഫ് ബൗണ്ട് ആക്കുകയാണ്. നോ ഗോ സോണിലേക്ക് പോകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അവരെങ്ങനെ ജീവിക്കും? മണ്ണ് വാരി തിന്നാൻ പറ്റൂലല്ലോ, ജനിച്ചു പോയില്ലേ. അപ്പോൾ അതിനൊരു സർക്കാരല്ലേ പറഞ്ഞ് ഇവർക്കൊരു മറുപടി തരേണ്ടത്. അതിൽ വേർതിരിവ് പാടില്ലല്ലോ. 10 11 ഇവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാവരും ഒരു കണ്ണുകൊണ്ട് കാണണ്ടേ? തീർച്ചയായും കൃഷ്ണരാജ്, കൂടുതൽ പ്രതികരണങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പുഴ ആഴം കൂട്ടാൻ വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല, പ്രദേശവാസികളിലേക്ക് എത്തുന്നില്ല. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? അതായത് ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരുന്നില്ല. ശരി രാജീവ്, മഴ അധികം നനയണ്ട. കാരണം ഇന്നും നാളെയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് അവരുടെ ആവലാതികൾ, ആശങ്കകൾ, വേദനകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് രാജീവും സംഘവും അവിടെ തയ്യാറാണ്. മഴ അധികം നനയണ്ട. ഏതായാലും ചൂരൽമലയുടെ കാഴ്ചകൾ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ആ മഴ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ദിവസങ്ങൾ. ഏതായാലും ആ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ ജനം TV അന്ന് ഒരു ഗാനം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതിലേക്ക് വീണ്ടും. കടലാകും നേരം ഉലയും മോരേണം ഉയരെ തിരയുന്നു ജീവൻ ഉയരോ പിടയുന്നു വാനാകെ കരിമേഘങ്ങൾ മൺകീഴേ മരണച്ചുഴികൾ കൺമുന്നിൽ കഥനത്തിരകൾ ഇനിയെന്നോ പുലരും പുതുനാൾ
ഉലയുന്നൊരീണം ഉയരെ തിരയുന്നു ജീവൻ ഉയിരോ പിടയുന്നു